ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിൽ ഭീഷ്മോൽപത്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു കഴിഞ്ഞുവല്ലോ. ഇനി ഭീഷ്മ ശബ്ദത്തെക്കുറിച്ചുള്ള കഥ കേൾക്കാം. ശന്തനു തന്റെ പുത്രനായ ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. പല വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഒരിക്കൽ ശന്തനു വേട്ടയാടി യമുനാതീരത്തെ കാട്ടിൽ നടക്കുകയായിരുന്നു. അപ്പോൾ അതിവിശിഷ്ടമായൊരു സുഗന്ധം കാറ്റിലൂടെ ഒഴുകി വരുന്നതായി രാജാവിന് അനുഭവപ്പെട്ടു. ആ അത്ഭുതഗന്ധത്തിന്റെ കാരണം ആരാഞ്ഞു ചെന്ന രാജാവ് നദീതീരത്ത് കടത്ത് തോണിക്കരിയിൽ കയ്യിലൊരു തുഴയുമേന്തി നിൽക്കുന്ന ദേവകന്യകയെപ്പോലെയുള്ള ഒരു മുക്കുവ പെൺകിടാവിനെ കണ്ടു. ആ സുന്ദരിയെ കണ്ട് മനസ്സിളകിയ രാജാവ് അവളോട് ചോദിച്ചു, "നീ ആരാണ്? ആരുടെ മകൾ? നീ എന്താണിവിടെ ചെയ്യുന്നത്?" അവൾ മധുരമായി പറഞ്ഞു, "ഞാൻ മുക്കുവത്തലവന്റെ മകളാണ്. ഇവിടെ വഞ്ചി കടത്തുകയാണ് അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. സത്യവതി എന്നാണ് എൻ്റെ പേര്." ശന്തനു അവളുടെ അച്ഛനായ മുക്കുവത്തലവനെ ചെന്ന് കാണുകയും മകളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകേട്ട മുക്കുവത്തലവൻ ഇപ്രകാരം പറയുകയുണ്ടായി, "എൻ്റെ മകൾക്ക് ഇതിനപ്പുറമൊരു ഭാഗ്യം വരാനില്ല. പക്ഷേ അവളെ വേണമെങ്കിൽ അവിടുന്ന് എന്നോടൊരു സത്യം ചെയ്യണം. പറയൂ, ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യാം" എന്ന് രാജാവ് മറുപടി നൽകി. മുക്കുവൻ ആവശ്യപ്പെട്ടു, "രാജാവേ, അങ്ങേക്ക് ഇവളിലുണ്ടാകുന്ന മകൻ ഈ നാട് വാഴണം. മറ്റൊന്നും എനിക്ക് വേണ്ട." ഈ കഠോര വാക്കുകേട്ട് ശന്തനു നിശബ്ദനായി തിരിഞ്ഞു നടന്നു. വളരെ ദുഃഖത്തോടെയാണ് രാജാവ് കൊട്ടാരത്തിലെത്തിയത്. കാരണമന്വേഷിച്ച ദേവവ്രതന് വ്യക്തമായൊരു ഉത്തരവും കിട്ടിയില്ല. ദിവസങ്ങൾ കഴിയുന്തോറും രാജാവ് ഉത്സാഹം കെട്ട് അസ്വസ്ഥനായി തീർന്നു. ദേവവ്രതൻ അച്ഛന്റെ മന്ത്രിമാരോട് രഹസ്യമായി അന്വേഷിച്ച് കാര്യം മനസ്സിലാക്കി. അദ്ദേഹം ഉടൻ തന്നെ പരിവാരങ്ങളുമൊത്ത് മുക്കുവത്തലവനെ ചെന്ന് കാണുകയും മകളെ അച്ഛനായ ശന്തനുവിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് കേട്ട് മുക്കുവൻ ഇപ്രകാരം പറഞ്ഞു, "അങ്ങ് മഹാനാണ്, പരമയോഗ്യനാണ്. അങ്ങയുടെ അച്ഛൻ ഇവളെ വേൽക്കാൻ ഞാൻ അനുവദിക്കാത്തത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. അവളുടെ മകൻ എതിരില്ലാത്തവനായി ഈ നാട് വാഴണമെന്ന് ഞാനൊരു നിശ്ചയം ചെയ്തിട്ടുണ്ട്." ഇത് കേട്ട ദേവവ്രതൻ പുഞ്ചിരിയോടെ പറഞ്ഞു, "മുക്കുവരാജാവേ, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. അങ്ങയുടെ മകൾക്ക് ജനിക്കുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവായിരിക്കുമെന്ന് ഞാനിതാ വാക്കു നൽകുന്നു." മുക്കുവൻ വീണ്ടും പറഞ്ഞു, "അങ്ങ് വാക്കു പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അങ്ങേക്കുണ്ടാകുന്ന പുത്രന്മാർ സിംഹാസനത്തിനു വേണ്ടി എൻ്റെ മകളുടെ പുത്രന്മാരോട് ഇടയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു." ദേവവ്രതൻ ഒരു നിമിഷം ധ്യാനത്തിൽ മുഴുകി നിന്നു. എന്നിട്ട് വിളങ്ങുന്ന മുഖത്തോടെ തന്റെ വലങ്കൈ ഉയർത്തി ഉറക്കെ പറഞ്ഞു, "ദാശരാജാവേ, എൻ്റെ പ്രതിജ്ഞ കേൾക്കൂ. പിതൃപ്രിയത്തിനു വേണ്ടി ഞാനിതാ സത്യം ചെയ്യുന്നു. ഞാൻ നാടുവാഴുകയില്ലെന്ന് സത്യം ചെയ്തു കഴിഞ്ഞുവല്ലോ. അതോടൊപ്പം ഇതും കേൾക്കുക. എനിക്ക് ഒരിക്കലും പുത്രന്മാർ ഉണ്ടാവുകയില്ല. ദേവവ്രതൻ നിത്യബ്രഹ്മചാരിയായിരിക്കും. ഇത് സത്യം." ഉഗ്രമായ ഈ ശബ്ദം കേട്ടു നിന്നവർ രോമാഞ്ചം കൊണ്ടു. ആകാശത്ത് നിന്ന് പെട്ടെന്ന് ദിവ്യപുഷ്പങ്ങൾ മഴ പോലെ വീണു. "ഭീഷ്മർ, ഭീഷ്മർ" എന്ന ദേവവ്രതനെ ആദരവോടെ ദേവന്മാർ വിളിച്ചു പുകഴ്ത്തുന്ന ദിവ്യനാദം കേൾക്കായി. ദേവന്മാരെ വന്ദിച്ച ഭീഷ്മർ സത്യവതിയുടെ അരികിലേക്ക് ചെന്ന് കൈകൂപ്പി വണങ്ങി. "അമ്മേ, തേരിൽ കയറിയാലും വീട്ടിൽ പോകാം" എന്ന് ആദരവോടെ പറഞ്ഞു. അങ്ങനെ ഹസ്തിനപുരിയിൽ വീണ്ടും ഒരു വിവാഹഘോഷം നടന്നു. കസ്തൂരിഗന്ധിയായ സത്യവതി ശന്തനുവിന്റെ മഹാറാണിയായി. പ്രീതനായ രാജാവ് മകനെ മാറോട് ചേർത്തുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു, "മഹാനായ പുത്ര, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നീ സ്വച്ഛന്തു മൃത്യുവായി തീരും. നിന്റെ അനുമതി കൂടാതെ മരണം നിന്നെ തൊടുകയില്ല. നീ വിളിച്ചാൽ മാത്രമേ മൃത്യു വരൂ. നിന്റെ പേരെന്നും ഭൂമിയിൽ കീർത്തിക്കപ്പെടും." ശന്തനു രാജാവിന് ചിത്രാംഗതനെന്നും വിചിത്രവീരനെന്നും 2 പുത്രന്മാരുണ്ടായി. പക്ഷേ ആ പുത്രന്മാർക്ക് യൗവനം അടുത്തപ്പോഴേക്കും ശന്തനു രാജാവ് ചരമഗതി പ്രാപിച്ചു. സത്യവതിയുടെ മനസ്സറിഞ്ഞ് ഭീഷ്മർ മൂത്ത രാജകുമാരനായ ചിത്രാംഗതനെ രാജാവായി അഭിഷേകം ചെയ്തു. ചെറുപ്പവും ബലവും മതവും നിറഞ്ഞ ആ കുമാരനാകട്ടെ എല്ലാ രാജാക്കന്മാരെയും പോരിന് വിളിച്ച് കീഴടക്കി വാണു. പക്ഷേ ഗന്ധർവന്മാരുമായി നടന്ന ഒരു കൊടിയ യുദ്ധത്തിൽ ചിത്രാംഗതൻ വധിക്കപ്പെട്ടു. പിന്നീട് ബാലനായ വിചിത്രവീരൻ രാജാവായി. ഭീഷ്മരുടെ ഉപദേശമനുസരിച്ച് അദ്ദേഹം നാട് വാണു പോന്നു. വിചിത്രവീരൻ യൗവനയുക്തനായി.
ഇനി അനുയോജ്യയായ ഒരു വധുവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആയിടയ്ക്കാണ് കാശിരാജ്യത്ത് സ്വയംവരാഘോഷങ്ങൾ നടക്കുന്നു എന്ന് ഭീഷ്മർ കേട്ടത്. കാശിരാജാവിന് സുന്ദരിമാരായ 3 പുത്രിമാരുണ്ട്: അംബ, അംബിക, അംബാലിക. അവരെ വിചിത്രവീരനു വേണ്ടി ആലോചിക്കാമെന്ന് കരുതി ഭീഷ്മർ കാശിരാജ്യത്തേക്ക് പോയി. കാശി രാജധാനിയിൽ ഉത്സവമാണ്. വിവാഹപ്പന്തലിൽ ജനങ്ങൾ തിങ്ങിയിരമ്പുന്നു. ഭീഷ്മരെ കണ്ടപ്പോൾ മതശാലികളായ രാജാക്കന്മാർ ഉറക്കെ ചിരിച്ചു. ഈ പ്രായം ചെന്ന ബ്രഹ്മചാരിക്ക് വിവാഹപ്പന്തലിൽ എന്ത് കാര്യം? ഇയാൾ വിവാഹം കഴിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്തൊക്കെ വെറുതെയോ? ഇയാൾക്ക് ലജ്ജയില്ലേ? ഭീഷ്മരെന്നാൽ വാക്കിന് വിലയില്ലാത്തവൻ. അത് കേട്ട ഭീഷ്മർ ക്രോധം കൊണ്ട് ഗർജിച്ചു. ഞാൻ ഈ കന്യകമാരെ കൊണ്ടുപോകുന്നു. കരുത്തുണ്ടെങ്കിൽ തടുത്തുകൊള്ളുവിൻ. പെട്ടെന്ന് ആ മഹാബലവാൻ വിവാഹവേഷമണിഞ്ഞ് വരണമാല്യവുമേന്തി നിൽക്കുന്ന കന്യകമാരെ കൈപിടിച്ച് തേരിലേറ്റി യാത്രയ്ക്ക് ഒരുമ്പെട്ടു. അതുകണ്ട് രാജാക്കന്മാർ ആയുധവും ഉയർത്തിക്കൊണ്ട് ഭീഷ്മർക്കരികിലേക്ക് കുതിച്ചെത്തി. അവരും ഭീഷ്മരും തമ്മിൽ ഉഗ്രമായ യുദ്ധമുണ്ടായി. ഭീഷ്മരുടെ ശരമാരിയേറ്റ് അവരുടെ കൊടിമരങ്ങൾ മുറിഞ്ഞു വീണു. തേരുകൾ തകർന്നു. മുറിവേറ്റ രാജാക്കന്മാർ പിന്തിരിഞ്ഞു തുടങ്ങി. അവർക്കിടയിൽ നിന്ന് ഉഗ്രകോപിയായ സ്വാലരാജാവ് വില്ലേന്തി മുന്നോട്ട് കുതിച്ചെത്തി. കൊമ്പനാനകൾ ഏറ്റുമുട്ടുന്നത് പോലെ ആ കരുത്തന്മാർ തമ്മിൽ ഏറ്റുമുട്ടി. പക്ഷേ മുറിവേറ്റ് സ്വാലനും പിൻവാങ്ങി. കന്യകുമാരുമൊത്ത് വീരനായ ഭീഷ്മർ ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. പുത്രിമാരെ, അനുജത്തിമാരെ, സ്നുഷമാരെപ്പോലെയാണ് ഭീഷ്മർ അവരെ അമ്മയായ സത്യവതിയുടെ മുന്നിലേക്ക് ആനയിച്ചത്. ഇതാ വിചിത്രവീരന് വധുക്കൾ. സത്യവതി ആഹ്ലാദം പൂണ്ടു. വിവാഹാഘോഷങ്ങൾ തുടങ്ങി. അപ്പോൾ കന്യകമാരിൽ മൂത്തവളായ അംബ സദസ്സിലേക്ക് കടന്നു വന്നു. അവൾ ഭീഷ്മരോട് പറഞ്ഞു, ധർമ്മിഷ്ഠനായ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ സ്വാലരാജാവിനെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തെ മനസ്സാ ഭരിച്ചവളായ എന്നെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത്, ധർമ്മം അനുഷ്ഠിച്ചാലും. ഇത് കേട്ട ഭീഷ്മർ പണ്ഡിതന്മാരുമായി ആലോചിച്ച് അംബയെ സ്വാലരാജാവിന്റെ അരികിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. മറ്റ് 2 കുമാരിമാരെയും വിചിത്രവീരനെ കൊണ്ട് വേലി കഴിപ്പിച്ചു. അവർ ആഹ്ലാദത്തോടെ വാണുപോന്നു. ഭീഷ്മരോടും സത്യവതിയോടും അനുമതി വാങ്ങി അംബ ദാസിമാരുടെയും ബ്രാഹ്മണരുടെയും അകമ്പടിയോടെ സ്വാലന്റെ രാജധാനിയിലെത്തി. അംബയെ കണ്ട സ്വാലന്റെ മുഖം തെളിഞ്ഞില്ല. കുടിലമായ പുരുക്കങ്ങളോടെ അയാൾ അംബയെ കടിപ്പിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അന്യൻ അപഹരിച്ചുകൊണ്ടുപോയ ഒരുവളെ ഞാൻ സ്വീകരിക്കുകയില്ല. മടങ്ങിപ്പോകൂ. ആ ഭീഷ്മരുടെ അടുത്തേക്ക് തന്നെ. നീ അയാളുടെ വകയാണ്. അംബ കണ്ണുനീരൊഴുക്കി. തൻ്റെ ഇഷ്ടപ്രകാരമല്ല ഭീഷ്മർ തന്നെ പിടിച്ചുകൊണ്ടു പോയതെന്നും അനുജന് വേണ്ടിയാണ് അദ്ദേഹം അപ്രകാരം ചെയ്തതെന്നും അവൾ അറിയിച്ചു. പക്ഷേ അംബയെ അഭിമാനിയായ സ്വാലൻ കൈക്കൊണ്ടില്ല. നീ ഭീഷ്മന്റെ സ്വത്താണ്. അയാളെ എനിക്ക് പേടിയാണ്. പോകൂ പോകൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. ഉള്ളു തകർന്ന അംബ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി. എങ്ങോട്ടാണ് താൻ മടങ്ങുക? തന്നേക്കാൾ ദുഃഖിതയായ, അപമാനിതയായ ഒരു പെണ്ണ് ഈ ഭൂമിയിലുണ്ടോ? ഇതിനെല്ലാം കാരണക്കാരൻ ആ ഭീഷ്മർ മാത്രമാണ്. അയാളോട് താൻ പകരം വീട്ടുക തന്നെ ചെയ്യും. നഗരത്തിന് വെളിയിലുള്ള ഒരു ആശ്രമത്തിൽ കരഞ്ഞുകൊണ്ട് അവൾ ചെന്നു കയറി. താൻ അനുഭവിച്ചതെല്ലാം മുനിമാരെ അവൾ അറിയിച്ചു. മുനിമാർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അച്ഛനരികിലേക്ക് മടങ്ങി പോകുവാൻ പ്രേരിപ്പിച്ചു. അഭിമാനിയായ അംബ അതിന് തയ്യാറായില്ല. അപ്പോൾ രാജർഷിയായ ഹോത്രവാഹനൻ, അദ്ദേഹം അംബയുടെ മാതാമഹനാണ്, യാദൃച്ഛയാ അവിടെ എത്തിച്ചേർന്നു. അംബയുടെ അമ്മയുടെ അച്ഛനാണ് ഹോത്രവാഹനൻ. അദ്ദേഹം അവളെ മടിയിലിരുത്തി കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, നീ മഹാനായ പരശുരാമനെ കണ്ട് സങ്കടം പറയൂ. അദ്ദേഹം നിന്നെ രക്ഷിക്കും. ഭീഷ്മരെ അദ്ദേഹം ശിക്ഷിക്കുകയും ചെയ്യും. ഈ കഥയുടെ ബാക്കി ഭാഗം മറ്റൊരവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.